വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വെയിലത്ത് തണ്ണിമത്തൻ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു 3 അടിപൊളി ഡ്രിങ്ക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാൻ ഇതേപോലെ ഒരു സ്ലൈസ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ നല്ല രീതിയിലൊന്ന് വരഞ്ഞു കൊടുത്ത് ഒന്ന് ചെറിയ ക്യൂബ്സായിട്ട് നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തണ്ണിമത്തനെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുരു ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനിന്ന് കുരു റിമൂവ് ചെയ്ത് കൊണ്ടുവരാവേ. ഇവിടെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 സ്പൂണോളം ഉള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ഈ ഒരു ഡ്രിങ്കിന്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതേ. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂണോളം ഉള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലയ്ക്ക തോടൊക്കെ കളഞ്ഞ് കുരു മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പോളം ഉള്ള നല്ല ചിൽഡ് ആയിട്ടുള്ള പാലാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാൻ അതേ ബൗളിലേക്ക് വീണ്ടും കുറച്ച് തണ്ണിമത്തനെയും കൂടി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കേണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചുകൊണ്ട് വന്നിരുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂണോളം ഉള്ള കസ്കസ് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ അടിപൊളി ആദ്യത്തെ ഡ്രിങ്ക് റെഡിയായി. ഇനി നമുക്കിത് തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാൻ ഞാൻ മിക്സിയുടെ ജാറെടുത്തു. ജാറിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ഇതേപോലെ ഒന്ന് ക്യൂബായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലെമൺ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെയുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര, ഒരു 2 സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു ജ്യൂസ് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 പുതിനയില അതും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗൾ വെച്ചു. അത് നമുക്കിതിലേക്കൊന്ന് അരിച്ചൊന്നെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അരിച്ച് റെഡിയാക്കി ജ്യൂസും തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മളുടെ രണ്ടാമത്തെ ജ്യൂസ് റെഡിയായി. ഇനി നമുക്കിതെങ്ങനെയാണ് ഇതിൽ നിന്ന് 3ാമത്തെ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് വെച്ചു. അതിലേക്ക് നമുക്ക് ആദ്യത്തെ ആ ഒരു ഡ്രിങ്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു ഡ്രിങ്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് 2 പുതിനയിലയും കൂടെ ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് വെച്ചു. ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത് തയ്യാറാക്കിയ ജ്യൂസിൽ നിന്നും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് 2ആയിട്ട് നെടുകയൊന്ന് കീറിയതാണ്, അതിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ നമ്മുടെ 3ാമത്തെ ജ്യൂസും റെഡിയായി. ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ വെച്ച് തയ്യാറാക്കിയ 3 ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ ചൂട് സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.